ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദോഷം പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ലോകത്തിൽ നീതിയും സത്യവും പാലിക്കുന്നവൻ അവഗണിക്കപ്പെടുന്നു. ദൈവം ഇതുകണ്ട് നിശബ്ദനായിരിക്കുന്നതെന്തെന്ന ചോദ്യം ഭക്തന്മാരെ പോലും അലട്ടാറുണ്ട്. ബാബിലോണിലെ പ്രവാസകാലം കഴിഞ്ഞ് മടങ്ങി വന്ന ഇസ്രായേൽ ജനം ന്യായവും നീതിയും മുൻനിർത്തി ജീവിക്കുവാനും യഹോവയെ ആരാധിക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചു. ദൈവം അവരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ശത്രുക്കൾ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. കൃഷിനാശവും സംഭവിച്ചു. യാതൊരു നീതിബോധവും കൂടാതെ ജീവിക്കുന്നവർക്ക് അധികം സമൃദ്ധിയുണ്ടാകുന്നതായും കണ്ടു. ഈ വിധ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ദൈവം എതിരല്ലെന്ന് അവർ പറഞ്ഞു. ഇത് കേട്ട പ്രവാചകൻ അവരെ ശാസിച്ച്, നിങ്ങളുടെ വാക്കുകൾ ദൈവത്തെ മുഷിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. നീതിപൂർവം നാം ജീവിച്ചിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുകയും നീതിബോധമില്ലാതെ ജീവിച്ച് ധനം സമ്പാദിച്ചവർ നമ്മെ അപമാനിക്കുകയും ചെയ്യുവാൻ ഇടയായേക്കാം. ഒരു കാരണവശാലും ദൈവം നീതി നടത്തുകയില്ലെന്ന് പറയുവാൻ തുനിയരുത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളൊക്കെയും ചാരമാകും. നീതിയുടെ സൂര്യൻ ഉദിക്കും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നീതിസൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുമെന്ന് പ്രവാചകൻ പറയുന്നു. അനീതിക്കെതിരായി ന്യായവിധി ഉണ്ടാകുമെന്ന് പ്രവാചകൻ ഉറപ്പിച്ചു പറയുന്നു. സ്വതന്ത്രനായ മനുഷ്യൻ അനീതി ചെയ്തേക്കാം, എന്നാൽ അവസാനം ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ടാകും. നിരപരാധികളായ യഹൂദരെയും ക്രിസ്ത്യാനികളെയും കൊല ചെയ്ത ഹിറ്റ്ലർ ഒടുവിൽ ആത്മഹത്യ ചെയ്തു. നാം ഒരിക്കലും നീതിമാനായ ദൈവത്തെ സംശയിക്കരുത്. ദൈവകോടതിയിലെ വിധിക്ക് കാലതാമസം വരാം, എന്നാൽ തെറ്റുപറ്റുകയില്ല. സങ്കീർത്തനം 98:9. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്.